ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നന്ദനെ കാണാതായത് എല്ലാവരിലും വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്ദനെ കാണാനില്ല എന്നൊരു കാര്യം പുറത്തു വന്നതോടെ എല്ലാവരും തന്നെ നല്ലോണം ആശങ്കയിലായിട്ടുണ്ട്. ദേവികയിലും കേസെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ഐസക്കിനെയാണ്. ഐസക്കിന് നല്ലോണം അറിയാം തൻ്റെ മകളായ ഇസബെല്ല തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്ന്. ഇസബെല്ലയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും അവളാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അവനെ കാണണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് യാചിക്കും. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ലക്ഷ്യം നേടുന്നത് വരെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്ദന് കോടതിയിലും പോവാൻ പറ്റില്ല എന്നൊരു കാര്യം ആലോചിച്ചിട്ട് ഇസബെല്ല എന്നുണ്ടെങ്കിൽ നല്ലോണം സന്തോഷിക്കുകയാണ്. ഇതേ സമയം സിദ്ധാർത്ഥൻ എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹരിവക്കീലിനെ വെച്ച് പറയുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഐസക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കും എന്നെല്ലാം ദേവികയെ വിളിച്ചിട്ടും പറയാണ്. പിന്നീട് കേസ് നേരാമണം തന്നെ അന്വേഷിക്കാം എന്നൊരു രീതിയിൽ ഐസക്കാന്നുണ്ടെങ്കിൽ ചന്ദ്രവതി വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് തലേ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാണ്. എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണോ നന്ദൻ ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അവർക്കാന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഋഷിയുടെ കൊലപാതകത്തിന് പിന്നാലെ സാക്ഷി പറയാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് തന്നെ അവർക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കണില്ല. മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ നന്ദനെ കാണാതായിട്ട്. അതുകൊണ്ട് തന്നെ കേസൊന്നും അധികം ഇപ്പോൾ തന്നെ സ്ട്രിക്റ്റ് ആക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവർക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയാവാണ്. എന്തായാലും സാക്ഷി പറയാനായിട്ട് കോടതി പോവേണ്ടതുമാണ്. നന്ദനെ കാണാനുമില്ല എന്നൊരാശങ്ക എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുഖത്തുമുണ്ട്. ഐസക്കാന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ലോണം സന്തോഷിക്കുകയാണ്. കാര്യങ്ങളൊക്കെ തന്നെ അറിയാമെങ്കിലും അതൊന്നും തന്നെ അറിയാത്ത പോലെ സത്യസന്ധമായി തന്നെ കേസ് അന്വേഷിക്കുന്ന പോലെ നല്ലപോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്. ഇസബെല്ലയുടെ ആൾക്കാർ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തന്നെയാണ് നന്ദനെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു കാര്യം ഓർത്തിട്ട് ഐസക്കാന്നുണ്ടെങ്കിൽ നല്ലോണം അഭിമാനിക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രത്തുകാരുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന പോലെ പോലീസുകാരോട് അവിടെയൊക്കെ തന്നെ സെർച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഐസക്കിന് നല്ലോണം തന്നെ അറിയാം ഇസബെല്ല ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാണ് നന്ദനെ കൊണ്ടുപോയതെന്ന്. എന്തായാലും കേസൊക്കെ തന്നെ പെട്ടെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഗിരീഷ് എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് നന്ദന് വലിയ ഫ്രണ്ട്സൊന്നുമില്ല, ആകെയുള്ളത് ഇസബെല്ലയും കെവിനുമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഐസക്കാന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ പേടിക്കുന്നുണ്ട്. കാരണം അവർക്കൊന്നും അറിയാത്ത ഒരു സത്യമാണ് ഐസക്കിൻ്റെ മകളാണ് ഇസബെല്ല എന്നത്. പിന്നീട് താൻ തന്നെയാണ് നന്ദനെ തട്ടിക്കൊണ്ടുപോയത് എന്നൊരു കാര്യം കെവിൻ്റെ അടുത്ത് തുറന്നു പറയുന്നുണ്ട്. ഇസബെല്ല, നീ എന്താണ് ചെയ്യണത്? ഇതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കാൻ പോവുക. നന്ദൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പിന്നെ അവൻ നിന്നെ വെറുക്കും, വലിയ ശത്രുത തന്നെ ഉണ്ടാവും എന്നെല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ദേവികയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ദേവികയുടെ നേരെ നന്ദനെ തിരിക്കാമെന്നെല്ലാം ഇസബെല്ല എന്നുണ്ടെങ്കിൽ പറയാണ്. പിന്നീട് CP എന്നുണ്ടെങ്കിൽ ഋഷിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് നന്ദനെ ഇസബെല്ലയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ ഋഷിക്കാന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ് ആവണത്. എങ്ങാനും അവനിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയതെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു തന്നെ, പിന്നെ നമ്മുടെ നാടകം അതെല്ലാം തന്നെ അവസാനിച്ചെന്നെ എന്നൊരു കാര്യം ഋഷി എന്നുണ്ടെങ്കിൽ ഓർക്കുകയാണ്. ഇസബെല്ലയ്ക്കാന്നുണ്ടെങ്കിൽ നന്ദനെ ഒരിക്കലും കൊല്ലണമെന്നില്ല, മറിച്ച് അവൻ്റെ ഒപ്പം ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. പിന്നീട് പ്രഭാവതി എന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ വിഷമിച്ച് കരയുന്നുണ്ട്. ഹരിയോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നന്ദുവിനെ കണ്ടെത്തണം, അവനൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ ഹരി വക്കീലിനെ എല്ലാം പിടികിട്ടാണ്. അതായത് അന്ന് അരുന്ധതിയോട് സംസാരിച്ചപ്പോൾ തന്നെ ഋഷിക്കൊന്നും സംഭവിച്ചിട്ടില്ല, നന്ദനെ എല്ലാവരും കൂടി പീഡിപ്പിക്കുകയാണ് എന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇസബെല്ലയുടെ ആവശ്യപ്രകാരം കെവിനാന്നുണ്ടെങ്കിൽ ഇസബെല്ലയും കൂട്ടിയിട്ട് നന്ദനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് ഇസബെല്ലയുടെ തനി സ്വരൂപം നന്ദനെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിന് റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.